ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചായക്ക് ഡയമണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തൊന്നുമില്ല. ഞാൻ യൂട്യൂബ് നോക്കി നമ്മുടെ ഫാത്തിമാസ് കറി വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടല്ലോ, ഞാൻ ആ ചാനൽ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം, നമുക്ക് ശരിയാവും നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മാവ് കുഴച്ച് വെച്ചായിരുന്നു. വീഡിയോ എടുക്കാനെ കൊണ്ടുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ചേട്ടായി പുറത്ത് പോയേക്കുമായിരുന്നു. ചേട്ടായി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കന്ന് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മൈദാ മാവ്, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഉപ്പ്, പിന്നെ ഫുഡ് കളറിന് പകരം ഞാൻ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഇതിപ്പോ നമുക്ക് നല്ല നൈസായിട്ട് പരത്തി എടുക്കണം, എന്നാലേ ഇതിങ്ങനെ പൊള്ളി നല്ല അത് മേളിലൊക്കെ പൊള്ളി നല്ല പൊങ്ങി വരത്തുള്ളൂ. അപ്പൊ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പൊ നല്ലപോലെ ഇത് പരത്തിയിട്ട് ഞാൻ അതിന്റെ ഷേപ്പിന് മുറിച്ചെടുക്കും. കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടില്ല, ഒരു ഏകദേശം ഒരു 10-20 മാത്രമേ എനിക്ക് ആ ഡയമണ്ട് ഷേപ്പിന് കിട്ടിയിട്ടുള്ളൂ. ഞാനൊരു പ്ലേറ്റിനകത്ത് അല്പം മൈദാമാവ് തടവിയിട്ട് അതിനകത്തോട്ട് ഈ മുറിച്ച് വെച്ച പീസെല്ലാം ഇട്ടിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇത് ഓരോന്നോരോന്നിട്ടിട്ട് മൊത്തത്തിൽ പറക്കിയിട്ട് ഇത് ഒട്ടിപ്പിടിച്ചു. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് നല്ലപോലെ പൊള്ളി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തവി വെച്ച് ഇത് ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കുറെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുക. അപ്പൊ ഞാൻ എപ്പം ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ എടുത്താണെങ്കിലും എന്റെ മോൻ വന്ന് അതിന് ഒരു ഇച്ചിരി പിച്ചി എടുത്തോണ്ട്, അപ്പൊ ഞാൻ ചെയ്തത് തന്നെ അവൻ നോക്കി നിന്നിട്ട് എന്റെ കയ്യിൽ ഒരു അല്പം മാവ് എടുത്തോണ്ട് അതുപോലൊക്കെ പരത്തിയൊക്കെ ചെയ്യും അവന്. അങ്ങനെ എന്തായാലും കുറച്ച് ഞാൻ പൊള്ളിച്ചെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇനി അതിനകത്ത് നമുക്ക് മധുരം ചേർക്കണം. മധുരം ചേർക്കാനായിട്ട് ഞാനൊരു 3-4 സ്പൂണ് പഞ്ചസാരയും അതിന്റെ അളവിനനുസരിച്ച് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് നല്ലപോലെ കുറുക്കിയെടുത്തു. നല്ലപോലെ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മളത് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവമാണ്. അങ്ങനെ അതെടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് തട്ടിയിട്ട് ഇളക്കിയെടുത്ത്. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് എനിക്കത് കിട്ടി. നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടി. കണ്ടോ, നല്ലപോലെ നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മധുരം ചേർത്തും ഉണ്ടാക്കാം, മധുരം ചേർക്കാതെ ഉണ്ടാക്കാം. ഞാൻ 2 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മധുരം ഉള്ളത് കൊണ്ട് മധുരം ഇല്ലാത്തത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ചായക്കടയുടെ അതിനകത്തൊക്കെ ഇങ്ങനെ ചില്ലി ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇതിങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ശരി, ഞങ്ങൾ കഴിക്കട്ടെ.